വടകര മണിയൂർ മന്ദരത്തൂരിൽ അധ്യാപകന്റെ വീട്ടുമതിൽ സാമൂഹ്യദ്രോഹികൾ തകർത്തു. മന്ദരത്തൂർ സ്വദേശി ലത്തീഫ് മാസ്റ്ററുടെ വീടിന്റെ മതിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു സംഘം തകർത്തത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് അക്രമം നടത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. മന്ദരത്തൂർ സ്വദേശി ലത്തീഫ് മാസ്റ്ററുടെ വീട്ടുമതിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇരുട്ടിന്റെ മറവിൽ ഒരു പറ്റം സാമൂഹ്യദ്രോഹികൾ കമ്പിപ്പാര ഉപയോഗിച്ച് പൊളിച്ചത്. മുൻപും സമാനമായ രീതിയിൽ ഈ വീടിന് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. രാത്രിയിലെത്തിയ അക്രമി സംഘം മുഖംമൂടി ധരിച്ചാണ് ഈ ക്രൂരകൃത്യം നിർവഹിച്ചത്. വീടിന്റെ CCTV ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മുഖംമൂടി ധരിച്ച സംഘമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായതെന്ന് ലത്തീഫ് മാസ്റ്റർ പറഞ്ഞു. ലത്തീഫ് മാസ്റ്ററുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ CPIM മന്ദരത്തൂർ ലോക്കൽ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരുന്ന അക്രമം നടത്തിയ സാമൂഹ്യദ്രോഹികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ ഒരു സംഭവം നടന്നത് ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. ഏതാണ്ട് 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പുറമേ നിന്നെന്തോ ഒരു സൗണ്ട് ചെറുതായിട്ട് കേട്ടു. അതെന്തോ ജീവിയോ മറ്റോ എന്നായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. വീണ്ടും ഈ ബെഡ്റൂമിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അത് നല്ല രീതിയിൽ ശബ്ദം കേൾക്കുകയും അങ്ങനെ ഞങ്ങൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കുറേ ആൾക്കാർ കൂടിയിട്ട് മതിലിങ്ങനെ പറിച്ചിടുന്നൊരു ഇതാക്കണ്ട്. അപ്പം പിന്നെ ഒന്നും ആലോചിക്കാതെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി ബഹളം വെച്ചു, നാട്ടുകാരെ വിളിച്ചു. അങ്ങനെ ബഹളം വെച്ചപ്പോൾ ഇവർ കമ്പിപ്പാരയും മറ്റുമായിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഏതാണ്ട് ഒരു 10-12 ആൾക്കാർ മുഖംമൂടിയൊക്കെ അണിഞ്ഞ് കമ്പിപ്പാര പോലുള്ള ആയുധങ്ങളായിട്ടാണ് വന്നത്. ഇവിടെ മുകളിലുള്ള CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇവർ തകർത്തിട്ട് പുറകു വശത്തുനിന്ന് മുൻവശത്തേക്ക് ഏതാണ്ട് ഒരു 42 മീറ്റർ നീളമുള്ള മതിൽ മുഴുവനായിട്ടും തകർത്തതിന് ശേഷമാണ് അവർ പോയത്. ഒച്ച കേട്ടത് കൊണ്ട് ആ മുൻവശത്ത് കുറച്ച് ഭാഗം ബാക്കിയായിട്ടുണ്ട്. ബാക്കിയൊക്കെ മുഴുവനും തകർത്തിട്ടാണുള്ളത്. എൻ്റെ വീട്ടിൻ്റെ ബെഡ്റൂമിനോടും അടുക്കളയോടും വളരെ ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് 1 മീറ്റർ മാത്രം അകലെയുള്ളൊരു സംരക്ഷണ മതിലാണ് തകർത്തിട്ടുള്ളത്. വടകര സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്ന് അന്വേഷിച്ചിട്ടുണ്ട്.